വയനാട് ദുരന്ത ഭൂമിയിലെ പുനരധിവാസ ക്യാമ്പുകളിലെ ജൈവമാലിന്യ സംസ്കരണത്തിന് ആവശ്യമായ ഇന്നോക്കുലം കണ്ണൂരിൽ നിന്ന്. ഇന്നോക്കുലവുമായി വയനാട്ടിലേക്ക് പുറപ്പെട്ട വണ്ടി അഞ്ചരക്കണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് KP ലോഹിതാക്ഷൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ആദ്യഘട്ടത്തിൽ കണ്ണൂരിൽ നിന്നുള്ള 300 കിലോ ഹരിതമിത്രം കൊയർപിത്ത് ഇന്നോക്കുലമാണ് വാഹനത്തിൽ വയനാട്ടിലേക്ക് എത്തിച്ചത്. വയനാട്ടിൽ നടന്ന ഉരുൾപൊട്ടലിൽ അവശേഷിക്കുന്ന കുടുംബങ്ങൾ താമസിക്കുന്ന ക്യാമ്പുകളിൽ അവർക്ക് അവിടെ ഉണ്ടാകുന്ന ജൈവമാലിന്യ സംസ്കരണത്തിന് സഹായമേകിക്കൊണ്ട് നമ്മുടെ ജില്ലയിലെ ടഫ്കോസ് എന്നുള്ള സൊസൈറ്റി അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഇനോക്കുലം അവർ സൗജന്യമായി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി 300 കിലോ ഇനോക്കുലം ഇന്ന് വയനാട് കൽപ്പറ്റയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ അവസരത്തിൽ കണ്ണൂർ ജില്ലാ ശുചിത്വ മിഷൻ്റെയും അതുപോലെ ടഫ്കോസിനുള്ള എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. ഇന്നോക്കുലം എന്നത് പ്രകൃതിയിൽ തന്നെയുള്ള മിത്ര ബാക്ടീരിയകളുടെയും ഫംഗസുകളുടെയും ഒരു കൂട്ടമാണ്. സ്വാഭാവികമായി നടക്കുന്ന കമ്പോസ്റ്റിങ്ങിനേക്കാൾ 10 മടങ്ങ് വേഗത്തിൽ കമ്പോസ്റ്റിംഗ് നടത്താൻ ഇതിലൂടെ കഴിയും. കൂടാതെ യാതൊരുവിധ ദുർഗന്ധവും ഉണ്ടാവുന്നില്ല. മാത്രമല്ല, കമ്പോസ്റ്റിൽ നിന്നും മൂലകങ്ങളെ ചെടികൾക്ക് വലിച്ചെടുക്കാവുന്ന രൂപത്തിലാക്കി വയ്ക്കുന്നതിനാൽ രാസവളത്തേക്കാൾ വേഗത്തിലും ദീർഘനാളത്തേക്കും ചെടികൾക്ക് വളം ലഭ്യമാകുന്നു. മണ്ണിലെ ശത്രു ബാക്ടീരിയകളുടെയും ഫംഗസുകളുടെയും വളർച്ച തടയുന്നു. ഇതുമൂലം മണ്ണിൽ നിന്നുണ്ടാവുന്ന രോഗങ്ങൾ തടഞ്ഞു നിർത്താൻ സാധിക്കുന്നു. ഈ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ വാണിജ്യ കർഷകർക്ക് രാസവള ഉപയോഗം കുറയ്ക്കാൻ കഴിയും. ഒപ്പം മണ്ണിന്റെ വളക്കൂർ വർദ്ധിപ്പിക്കാനും കഴിയും. വയനാട്ടിലെ പുനരധിവാസ ക്യാമ്പുകളിലെ ജൈവ മാലിന്യ സംസ്കരണം ഈ രീതിയിലാകുമ്പോൾ പ്രകൃതിക്കും പരിസരത്തിനും അന്തേവാസികൾക്കും ഭീഷണിയാവില്ലെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നോക്കുലം എത്തിച്ച് സംസ്കരിക്കുന്നത്. അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്തിൽ ടെക്നീഷ്യൻസ് ആൻഡ് ഫാർമേഴ്സ് കോർഡിനേഷൻ സൊസൈറ്റി ഹരിതകർമ്മസേനയുടെ സഹായത്തോടെ ഉൽപ്പാദിപ്പിക്കുന്ന ഹരിതമിത്രം കൊയർപിത്ത് ഇന്നോക്കുലമാണ് വയനാട്ടിലേക്ക് അയച്ചത്. ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ KM സുനിൽകുമാർ, ഹരിത കേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, ചക്കരക്കൽ.